ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ പുൽമിയാപ്പിന് തന്ന സപ്പോർട്ടിന് ഞാൻ ആദ്യം തന്നെ നിങ്ങളെല്ലാവരോടും വലിയ താങ്ക്സ് അറിയിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ പുൽമിയപ്പ് കേക്കിൻ്റെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ നല്ല ക്രീമിയാണ്, അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് മുമ്പായി അന്നൂസ് കിച്ചൻ ലാബ് ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ നിൽക്കാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിവിടെ മക്രോണി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞങ്ങൾക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി നന്നായി മുരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞങ്ങൾക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ 2 ക്യാരറ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ ക്യാപ്സിക്കും വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ആവാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ നടുവിലായിട്ട് ഞാൻ ഫോയിൽ പേപ്പർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെറിയ ക്യൂബ് ബട്ടർ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ക്രീമിയാണ്. അപ്പോൾ അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞങ്ങൾക്കിത് 2 ബൗളിലായിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ബട്ടറിൽ വേവിച്ചുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഞാനിവിടെ ചീനച്ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സ്ക്വയർ ഷേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ സാധാരണ ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാറില്ല, അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഇവിടെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചെറിയ ചൂടോടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഉപ്പും മഞ്ഞളൊക്കെ ചേർത്തിട്ട് നേരത്തെ വേവിച്ചെടുത്ത ചിക്കനാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 100 ഗ്രാം ഉണ്ടാകും. ഇതിലേക്ക് തന്നെ ഞങ്ങൾക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ചേർക്കുന്ന സമയത്ത് നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾക്ക് 1/4 ടീസ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഇതിലേക്കൊന്ന് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ആ സെയിം പാനിൽ തന്നെ ഞങ്ങൾക്ക് ഒരു 1/4 ടീസ്പൂൺ കൂടെ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂണോളം ഫ്ലോർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വീറ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ഇട്ടാലും മതി. അപ്പം ഞാനിവിടെ സോസാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ആ ഒരു പച്ച മണമൊക്കെ മാറുന്നവരെ. ഞങ്ങൾക്ക് ഇതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. പിന്നീട് ഞങ്ങൾ നേരത്തെ ആക്കി വെച്ച ഗാർലിക് അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ആക്കിയിട്ടില്ലേ മാറ്റി വെച്ചത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് തിളച്ചതിന് ശേഷം ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് നന്നായി ചൂടാറിയതിന് ശേഷം ഞങ്ങൾക്ക് ഈ സോസിൻ്റെ പകുതി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പോൾ ഇത് ടോപ്പിലായിട്ട് ഞങ്ങൾക്ക് പുൽമിയപ്പ് കേക്കിനൊക്കെ ചെയ്ത പോലെ തന്നെ ടോപ്പിലായിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സോസിന് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 100 ഗ്രാം മക്രോണിയാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആവശ്യത്തിന് നിങ്ങൾ ആവശ്യം നോക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞങ്ങൾക്ക് സോസിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മുടെ മക്രോണിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതിൽ സോസിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുൽമിയ പാസ്തയുടെ ഇൻഗ്രീഡിയൻസ് സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്കത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ ഗ്ലാസ് ഷീറ്റ് കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇത് സാധാരണ ഹൈപ്പർ മാർക്കറ്റ്സിലോ അല്ലെങ്കിൽ കേക്ക് ഷോപ്പിൽ മെയിനായിട്ട് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിതൊക്കെ അവൈലബിൾ ആണ്. ഞങ്ങൾക്കിത് റൗണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതിലേക്ക് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് ആദ്യമായിട്ട് മക്രോണി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലെയർ ആയിട്ട് മക്രോണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിലേക്ക് വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ക്രീമിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ ക്യാപ്സിക്കം വേവിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്ത പ്രോസസ്സ് പോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യം മക്രോണി പിന്നീട് വൈറ്റ് സോസ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് സോസ് ഒഴിച്ചതിന് ശേഷം ഞാനിവിടെ ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സോസും മക്രോണിയും വെച്ചിട്ട് ഒരു ലെയർ ആക്കിയിട്ടുണ്ട്. അതിന് മുകളിലായിട്ടാണ് ഞാനിവിടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഞാൻ ലെയറാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ പൊട്ടേറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫ്രൈഡ് പൊട്ടേറ്റോസാണ്. അത് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള വൈറ്റ് സോസ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുൾമിയ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് പുള്ളി ചെയ്ത് അല്ലേ. അപ്പോൾ അതിന് മുമ്പ് ഞാനിവിടെ അതിൻ്റെ ക്രിയേറ്റിവിറ്റി ഇതിലേക്ക് തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന ലെയറായിട്ട് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ടൊക്കെ മേലൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കിതൊന്ന് പുള്ളി ചെയ്ത് നോക്കാം. അപ്പോൾ പുള്ളി ചെയ്യുന്ന സമയത്ത് ഈ ഗ്ലാസ് ഷീറ്റ് മെല്ലെ മുകളിലോട്ടേക്ക് വലിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ പുള്ളി ചെയ്തെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നല്ല ക്രീമി വൈറ്റ് സോസിൻ്റെയും അതുപോലെ തന്നെ ഫ്രൈഡ് പൊട്ടേറ്റോയും എല്ലാം ഒപ്പരം അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ പുൾമിയ വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ തന്നെ അന്നസ് കിച്ചൻ ലാബ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ഒന്നുകൂടെ ഒന്ന് നോക്കണേ. അപ്പോൾ ഇനി പുതിയ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. അസ്സലാമു അലൈക്കും.